പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ ഇന്ത്യ തയ്യാറായെന്ന് റിപ്പോർട്ട്. അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേന അഭ്യാസ പ്രകടനങ്ങൾ നടത്തി. അതേസമയം വാഗാ അതിർത്തിയിലെ നിയന്ത്രണത്തെ ചൊല്ലി ഇന്ത്യ പാക് തർക്കം തുടരുന്നു. പൗരന്മാരെ സ്വീകരിക്കാതെ പാകിസ്ഥാൻ വാഗാ അതിർത്തി അടച്ചു. അനന്ത്നാഗ് മേഖലയിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. വാഗ അതിർത്തി പാകിസ്ഥാൻ അടച്ചതോടെ അട്ടാരി അതിർത്തി വഴി ഇന്ത്യ പാകിസ്ഥാൻ പൗരന്മാരെ കടത്തിവിടുമെന്ന് വ്യക്തമായി. എന്നാൽ പാകിസ്ഥാനിലേക്കും തിരിച്ചുമുള്ള കപ്പൽ ഗതാഗതം നിർത്തും. പോസ്റ്റൽ സർവീസ് നിർത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു. അതിനിടെ സമുദ്ര അതിർത്തിയിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഗുജറാത്ത് തീരത്ത് കോസ്റ്റ് ഗാർഡും കപ്പലുകൾ വിന്യസിച്ചു. അനന്ത്നാഗ് മേഖലയിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. 72 മണിക്കൂർ കൂടി തെരച്ചിൽ നടത്താനാണ് സൈന്യത്തിനും ജമ്മു കാശ്മീർ പോലീസിനും നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. വനമേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടന്നുവരികയാണ്. അതിനിടെ ഇന്ത്യ പാക് അതിർത്തിയിൽ ഇന്ത്യ ജാമറുകൾ സ്ഥാപിച്ചു. പാകിസ്ഥാന്റെ സൈനിക വിമാനങ്ങളുടെ നാവിഗേഷൻ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്താനാണ് നീക്കമെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ അഭ്യാസങ്ങൾ നടത്തുകയാണ്. യുദ്ധക്കപ്പലുകൾ ജാഗ്രതയിലാണെന്നാണ് റിപ്പോർട്ട്. അതേസമയം പാകിസ്ഥാൻ തങ്ങളുടെ നിലവിലെ ചാരമേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിനെ പുതിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചു. ഇതോടെ ISI ഡയറക്ടർ ജനറൽ ഒരേ സമയം 2 നിർണായക സ്ഥാനങ്ങളും വഹിക്കുന്നത് ഇതാദ്യമാണ്. കൂടാതെ ലഷ്കർ-ഇ-തോയ്ബ ചീഫ് കമാൻഡർ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചു. അടുത്ത 48 മണിക്കൂറിൽ ഇന്ത്യയിൽ നിന്നും ആക്രമണമുണ്ടാകുമെന്നാണ് ഇസ്ലാമാബാദിൽ നിന്ന് പുറത്തുവിടുന്ന വാർത്ത. അതേസമയം പാക് നടീനടന്മാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾക്ക് ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഹനിയ അമീർ, മഹിറ ഖാൻ എന്നിവരുടെ അക്കൗണ്ടുകളാണ് വിലക്കിയത്. ഇതുകൂടാതെ മറ്റ് നടീനടന്മാരുടെ അക്കൗണ്ടുകൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഫവാദ് ഖാൻ, വഹാജ് അലി തുടങ്ങിയ പ്രശസ്ത നടന്മാരുടെ അക്കൗണ്ടുകൾ ഇതുവരെ വിലക്കിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.